നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കറുകച്ചാലിൽ കാർ 15 അടി താഴ്ചയുള്ള തോട്ടിലേക്ക് മറിഞ്ഞു. യാത്രക്കാരനായ കർണാടക സ്വദേശി മരിച്ചു. 3 പേർക്ക് പരിക്ക്. റോഡിന് സുരക്ഷാ വേലിയില്ല. കുട്ടികളിലെ ലഹരി ഉപയോഗത്തിന് തടയിടാൻ ജില്ലാ പഞ്ചായത്തിന്റെ വന്ദനം പദ്ധതി. പൊൻകുന്നം ഗവൺമെന്റ് സ്കൂളിൽ കായിക പരിശീലന പരിപാടി. അന്യം നിന്ന നാടൻ കളികൾ പരിശീലിപ്പിക്കും. കോട്ടയം ജില്ലാ കിഡ്സ് അത്ലറ്റിക് മീറ്റിൽ കുഞ്ഞുങ്ങളുടെ നിറഞ്ഞ പങ്കാളിത്തം. പങ്കെടുക്കുന്നത് 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുരുന്നുകൾ. റബ്ബർ കർഷകർക്ക് റബ്ബർ പുനർനടീലിനുള്ള ധനസഹായ പദ്ധതി. കേര പദ്ധതിയിലൂടെ ലഭിക്കുന്നത് 75,000 രൂപയുടെ സബ്സിഡി. ഭൂമി പരിധി കുറഞ്ഞത് 25 സെന്റ്. വാർത്തകൾ വിശദമായി. കറുകച്ചാലിൽ കാർ 15 അടി താഴ്ചയിൽ തോട്ടിലേക്ക് മറിഞ്ഞ് കർണാടക സ്വദേശിയായ യാത്രക്കാരൻ മരിച്ചു. റോഡിൽ നിന്നും തെന്നിമാറിയ വാഹനം തോട്ടിൽ പതിക്കുകയായിരുന്നു. റോഡിന് സുരക്ഷാവേലി ഉണ്ടായിരുന്നില്ല. കറുകച്ചാലിൽ റോഡരികിലെ 15 അടി താഴ്ചയുള്ള തോട്ടിലേക്ക് കാർ മറിഞ്ഞ് കർണാടക സ്വദേശി മരിച്ചു. മംഗളൂരു സ്വദേശി മുഹമ്മദ് ഷമിയാണ് മരിച്ചത്. കാറിൽ ഉണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മംഗളൂരു സ്വദേശികളായ ഇവരെല്ലാം കൊച്ചിയിലെ സ്വകാര്യ സുരക്ഷാ ഏജൻസിയിലെ ജീവനക്കാരാണ്. ഇന്നലെ വൈകുന്നേരം കോട്ടയം കോഴഞ്ചേരി റോഡിൽ ചെമ്പക്കര ആശ്രമം പടിയിലായിരുന്നു അപകടം. അടൂരിൽ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ഇവർ. റോഡിൽ നിന്നും തെന്നി നീങ്ങിയ വാഹനം നേരിട്ട് തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ചെറിയ വളവുള്ള ഈ ഭാഗത്ത് റോഡിന് സുരക്ഷാ ഭിത്തി ഇല്ല. കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന ഷെമി കാറിൽ കുടുങ്ങിപ്പോയി. ചില്ലു പൊട്ടിച്ച് ഷെമിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വന്ദനം ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കായി പൊൻകുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക പരിശീലനം തുടങ്ങി. പുതുതലമുറയെ മൊബൈൽ ഫോൺ ലഹരി ഉപയോഗങ്ങളിൽ നിന്നും പരമാവധി മാറ്റി നിർത്തി നാടൻ കളികൾ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ പദ്ധതിയാണ് വന്ദനം. ഈ പദ്ധതിയുടെ ഭാഗമായി പൊൻകുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി കായിക പരിശീലന പരിപാടി ആരംഭിച്ചു. കുട്ടികളിലെ അമിതമായ മൊബൈൽ ഫോൺ ലഹരി ഉപയോഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തി നാടൻ കളികളിൽ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ഒരാഴ്ചയായി പൊൻകുന്നം ഗവൺമെന്റ് സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നുവരുന്നുണ്ട്. ഇന്ന് ക്യാരംസ്, ചെസ് പരിശീലനത്തോടൊപ്പം കിളിത്തട്ടുകളിയും പരിശീലിപ്പിച്ചു. വളരെയേറെ ഉത്സാഹത്തോടെയാണ് കുട്ടികൾ കളികളിൽ പങ്കെടുക്കുന്നത്. ഒഴിവ് സമയങ്ങളിൽ നാടൻ കളികളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധയെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് കോർഡിനേറ്റർ രാജേഷ് കെ രാജു പറഞ്ഞു. സ്കൂളില് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വന്ദനം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഒപ്പം രചനാ മത്സരങ്ങളും കുറേ നാടൻ കളികളും, അതായത് നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന നാടൻ പന്ത് കളി, കിളിത്തട്ടുകളി, അങ്ങനെയുള്ള, അതായത് കുട്ടികൾ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗവും ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗത്തിൽ നിന്നൊക്കെ മാറുന്നതിനായിട്ട് അവർ കൂടുതൽ ഈ നാടൻ കളികളിലൊക്കെ എൻഗേജഡ് ആകാനായിട്ട് അവരുടെ നാട്ടിലും ഇതുപോലുള്ള കൂട്ടുകാരൊക്കെ കൂടി ഒഴിവ് സമയങ്ങളിലൊക്കെ പണ്ട് ഇങ്ങനെയുള്ള കളികളുണ്ടായിരുന്നു, കിളിത്തട്ട് കളിയൊക്കെ. അപ്പം അതിനൊരു പരിശീലനം കൊടുക്കുക, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ് ഇന്നിവിടെ നടന്നത്. കുട്ടികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആണ് ഇതിലെല്ലാം പങ്കെടുത്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ പഞ്ചായത്തും ചേർന്ന് ആവിഷ്കരിച്ച വന്ദനം പദ്ധതിയുടെ ഭാഗമായുള്ള കായിക പരിശീലന പരിപാടി തുടർന്ന് കൊണ്ടുപോകുമെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് രജനി MC പറയുന്നു. നമ്മുടെ കുട്ടികളിൽ കായിക പരിശീലനം ഇപ്പം അന്യം നിന്ന് പോയ കിളികളി, എന്നിപ്പം നാടൻ കളികളായ കിളികളി, അതുപോലെ ചെസ്സ്, ക്യാരംസ്, ഇങ്ങനെയുള്ള കുറേയധികം നാടൻ കളികൾ ഇന്ന് പരിശീലിപ്പിക്കുകയാണ് കായിക പരിശീലനം. അപ്പോൾ ആ കായിക പരിശീലനത്തിലൂടെ കുട്ടികളിലേക്ക് ഒരു ലഹരിയുടെ, അല്ലെങ്കിൽ കളിയാണ് ലഹരി എന്ന ഒരു ഇതിലേക്ക് അവർ കളിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ സ്കൂൾ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരാഴ്ചയായിട്ട് ഓരോ പ്രോഗ്രാമുകളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയ കിളികളിയിലാണെന്ന് തോന്നുന്നു. അതായത് ഏതാണ്ട് 90 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നാടൻ കളി അതിന്ന് അന്യം നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാനും കളിക്കാനും കുട്ടികൾക്ക് കൂടുതൽ താല്പര്യമുള്ളതായിട്ട് തോന്നുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജില്ലാ കിഡ്സ് അത്ലറ്റിക് മീറ്റ് പാല അൽഫോൻസ കോളേജിൽ നടന്നു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള 500 കുട്ടികൾ പങ്കെടുത്തു. കോട്ടയം ജില്ലാ കിഡ്സ് അത്ലറ്റിക് മീറ്റ് പാല അൽഫോൻസ കോളേജിൽ നടന്നു.
ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള 500ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും ലെവൽ 1, 2, 3 ഗ്രൂപ്പുകളായി മത്സരിച്ചു. ഓരോ വിഭാഗത്തിലും 8 പേർ അടങ്ങുന്നതാണ് ഓരോ ടീമും. ചെറുപ്പത്തിൽ തന്നെ കായിക അഭിരുചി വളർത്തുവാനും കുട്ടികൾക്ക് ആവശ്യമായ കായികക്ഷമതയും ബുദ്ധിവികാസവും രൂപപ്പെടുത്തുന്നതിനും ഉതകുന്ന രീതിയിലാണ് കിഡ്സ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് കായിക അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി മികച്ച താരങ്ങളെ വളർത്തുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. അടുത്ത മാസം 4-ന് പാല അൽഫോൻസ കോളേജിൽ നടക്കുന്ന ഫസ്റ്റ് കേരള സ്റ്റേറ്റ് സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിനെ ഈ കിഡ്സ് ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് തിരഞ്ഞെടുക്കുക. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു നിർവഹിച്ചു. കോളേജ് ബർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ മുഖ്യപ്രഭാഷണം നടത്തി. പാല കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലയിൽ പതാക ഉയർത്തി. വൈകുന്നേരം നടന്ന സമാധാന ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ ബിനു വിളിക്കകണ്ടം, സെന്റ് തോമസ് കോളേജ് ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ, ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ മാത്യു കരിത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. ലഹരി മരുന്നുകളെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി പൊൻകുന്നം വൈസ്മെൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സേ നോ ടു ഡ്രഗ്സ് പരിപാടി നടത്തി. പൊൻകുന്നം VHSSലായിരുന്നു പരിപാടി. സമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മരുന്നുകളെ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി പൊൻകുന്നം വൈസ്മെൻ ക്ലബിന്റെ നേതൃത്വത്തിൽ സേ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ ലഹരി വിരുദ്ധ പരിപാടി നടത്തി. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീകാന്ത് എസ് ബാബു അധ്യക്ഷനായി. ക്ലബ്ബ് സെക്രട്ടറി സജേഷ് കുമാർ PR, കാർത്തിക ശ്രീകാന്ത്, രാജി സജേഷ്, സിസിമോൾ തോമസ്, അമ്മിണിക്കുട്ടി, രാജീവ് കുമാർ, PJ സ്കറിയാച്ചൻ, കൈലാസ് സേട്ടു, ജെയിംസ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. എക്സൈസ് ജില്ലാ കോർഡിനേറ്റർ ബെന്നി സെബാസ്റ്റ്യൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. MDMA പോലെയുള്ള രാസലഹരി പദാർത്ഥങ്ങൾ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ പലരും പറയുന്നൊരു കാര്യം, ഇത് എന്താണെന്നുള്ള കാര്യം ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഉപയോഗിച്ച് തുടങ്ങിയത്, അല്ല ആരംഭിച്ചത്. എന്താന്നുള്ള കാര്യം അറിയണം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുമോ, ഈ ഒരു പ്രായം ടീനേജ് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്നുള്ളത്, ഈ പ്രായത്തിന്റെ പ്രത്യേകത പീരീഡ് ഓഫ് ക്യൂരിയോസിറ്റി. എന്താണ്? എല്ലാ കാര്യവും അറിയണമെന്നുള്ളതായിരിക്കുന്ന ഒരു ആകാംക്ഷ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഒരു പ്രായമാണ് ടീനേജ് എന്നുള്ളത്. എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് എന്താണ് എന്ന് അനുഭവിച്ചറിയുകയല്ല വേണ്ടത്. പിന്നെ എന്താണ് വേണ്ടത്? അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താണ് എന്നുള്ള കാര്യം അറിയുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടോ? ഒരു ലഹരി പദാർത്ഥവും അത് അനുഭവിച്ചറിയുവാനുള്ള ഒരു ആകാംക്ഷയെ നമ്മുടെ ഉള്ളിലുണ്ടാവാൻ പാടില്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം അതിരമ്പുഴ KSCB ഓഫീസ് കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ ലോക്ക് ചെയ്തു വെച്ചിരുന്ന ബൈക്ക് 2 യുവാക്കൾ ചേർന്ന് മോഷ്ടിച്ചു. KSCB ഓവർസിയർ വൈക്കം തലയാഴം സ്വദേശി അനിൽകുമാറിന്റെ KL 364048 എന്ന നമ്പറിലുള്ള ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് ബൈക്കാണ് മോഷ്ടിച്ചത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. പൊൻകുന്നം ഇടത്തമ്പറമ്പ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൂൺ കൃഷിയിൽ പരിശീലനം നടത്തി. കൂൺ കൃഷി പരിശീലക സൗമ്യ സുരേഷ് നേതൃത്വം നൽകി. പൊൻകുന്നം ഇടത്തമ്പറമ്പ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൂൺ കൃഷിയിൽ പരിശീലനം നൽകി. അസോസിയേഷനിലെ അംഗങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. കൂൺ കൃഷി പരിശീലക എറണാകുളം സ്വദേശിനി സൗമ്യ സുരേഷ് അംഗങ്ങൾക്കായി ക്ലാസുകൾ നൽകി. കൂൺ കൃഷിയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകിയാണ് പരിശീലനം നടത്തിയത്. മീഡിയം വൈക്കോലിൽ ചെയ്യാം, പെല്ലറ്റിൽ ചെയ്യാം, വാഴക്കച്ചിയിൽ ചെയ്യാം, പേപ്പറിൽ ചെയ്യാം, നൂൽച്ചാക്കിൽ ചെയ്യാം, മീഡിയം ഏതിലും ചെയ്യാം. തെങ്ങിൻ്റെ ഉള്ളിൽ ചോറിൽ ചെയ്യാം, അടയ്ക്കാത്തൊണ്ടിൽ ചെയ്യാം. മീഡിയം ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ആ മീഡിയങ്ങൾ ഒരുപാട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വൈക്കോലിലും പെല്ലറ്റിലേക്കും മാത്രമായിട്ട് ഒതുങ്ങിപ്പോയത്. വൈക്കോൽ, അറക്കപ്പൊടിയിലും ചെയ്യാം. അത് പെല്ലറ്റ്, അറക്കപ്പൊടിയുടെ മീഡിയം. കൂടുതൽ വിളവ് നമുക്ക് ഒത്തിരി കിട്ടുന്നത് വൈക്കോലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കോല് പൊതുവിൽ ഗ്രോത്ത് കയറി വരാൻ 15 ദിവസമാണ്. കറക്റ്റ് 20-ാം ദിവസം വിളവ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം നമുക്ക് വിളവ് കിട്ടും. അത് കറക്റ്റായിട്ട് ഒന്നുകൊന്നരാടം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ പെല്ലറ്റ് ഇന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത വിളവ് വരിക. വ്യാവസായിക അടിസ്ഥാനത്തിൽ പാൽ, കൂൺ, ചിപ്പിക്കൂൺ ഇവ കൃഷി ചെയ്യുന്നതിൽ പരിശീലനം നൽകി. വർഷങ്ങളായി മുളംതുരുത്തിയിൽ കൂൺ കൃഷി നടത്തുകയും മാസ്റ്റർ പരിശീലകയുമാണ് സൗമ്യ സുരേഷ്. കൂണിടം എന്ന പേരിലുള്ള കൂൺ കൃഷി പരിശീലന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. സ്വന്തമായി 1000 ബഡ് കൂൺ തയ്യാറാക്കുന്ന ബഡുണ്ട്. വർഷം മുഴുവൻ കൂൺ, വിത്ത് എന്നിവ വിതരണം ചെയ്തു വരുന്നു. റിട്ടയർഡ് BDO മുഹമ്മദ് സലീം, റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാധാമണി, പഞ്ചായത്ത് അംഗം ഷാക്കി സജീവ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ സാംസ്കാരിക വിഭാഗമായ KPL കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ
ജനുവരി 30 രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് KPS മേനോൻ ഹാളിൽ ലൈബ്രറി പ്രസിഡന്റ് എബ്രഹാം ഇട്ടിച്ചെറിയ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കോൺഗ്രസ് നേതാവ് VM സുധീരൻ, MG സർവകലാശാല ഗാന്ധിയൻ പഠന കേന്ദ്രം മുൻ അധ്യാപകൻ ഡോക്ടർ MP മത്തായി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് കോട്ടയം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എബ്രഹാം ഇട്ടിച്ചെറിയ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VB ബിനു, സെക്രട്ടറി KC വിജയകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ കോട്ടയം നഗരത്തിൽ ഈ ഗാന്ധിയുടെ ആദർശങ്ങളും ഗാന്ധിയുടെ ഓർമ്മകളും ഗാന്ധിയുടെ സന്ദേശങ്ങളും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ളത് കൊണ്ടാണ് കോട്ടയം പബ്ലിക് ലൈബ്രറി പോലെ ഇത്രയും ചരിത്രവും പ്രാധാന്യവുമുള്ള ഒരു പൊതുസമൂഹത്തിൽ ധാരാളമായി ഇടപെടൽ നടത്തുന്ന KPL കൾച്ചറൽ സൊസൈറ്റി, ലൈബ്രറിയുടെ കീഴിലുള്ള കൾച്ചറൽ സൊസൈറ്റി സുധീരനാണ്, VM സുധീരനാണ്, കേരളത്തിൻ്റെ മുൻ സ്പീക്കർ കോൺഗ്രസ് നേതാവ് VM സുധീരനാണ് ആ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്നത്. റബ്ബർ കർഷകർക്ക് റബ്ബർ പുനർനടീലിനുള്ള ധനസഹായ പദ്ധതി. റബ്ബർ കൃഷിക്കായി കുറഞ്ഞത് 25 സെന്റ് സ്ഥലം ഉള്ളവർക്ക് കേര പദ്ധതിയിലൂടെ ധനസഹായത്തിന് അപേക്ഷിക്കാം. റബ്ബർ കർഷകർക്കായി റബ്ബർ പുനർനടീലിനുള്ള ധനസഹായം നൽകുന്നു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ സംസ്ഥാന കാർഷിക കർഷകക്ഷേമ വകുപ്പും വ്യവസായ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെയാണ് റബ്ബർ കർഷകർക്ക് ധനസഹായം നൽകുന്നത്. റബ്ബർ കൃഷിക്കായി കുറഞ്ഞത് 25 സെന്റ് സ്ഥലം ഉണ്ടായിരിക്കണം. ആകെ 5 ഹെക്ടർ വരെയുള്ള റബ്ബർ ഭൂമിയുള്ള കർഷകർക്ക് അപേക്ഷിക്കാം. 2 ഹെക്ടർ വരെ ഭൂമിയുള്ളവർക്ക് ധനസഹായം ലഭിക്കും. അപേക്ഷിക്കുന്ന ഭൂമി സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. അപേക്ഷകർ റബ്ബർ ബോർഡ് നൽകുന്ന പരിശീലനത്തിൽ നിർബന്ധമായും പങ്കെടുക്കണം. പാടശേഖരങ്ങൾ ധനസഹായത്തിന് അർഹതയുള്ളതല്ല. റബ്ബർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള RRII 105, RRII 417, RRII 430, RRII 414, PB 260 എന്നീ തൈകൾ റബ്ബർ ബോർഡ് സർട്ടിഫൈഡ് നഴ്സറികളിൽ നിന്നും വാങ്ങണമെന്നും നിബന്ധനയിൽ പറയുന്നു. ഹെക്ടറിന് 75,000 രൂപ ധനസഹായം ലഭിക്കും. ഇതിൽ ആദ്യ ഗഡുവായി ഹെക്ടറിന് 55,000 രൂപയും രണ്ടാം ഗഡുവായി ഹെക്ടറിന് 20,000 രൂപയുമാണ് ധനസഹായം ലഭിക്കുന്നത്. ആധാർ കാർഡ്, സ്പോട്ടിന്റെ സ്കെച്ച്, റബ്ബർ തൈ വാങ്ങിയ ബില്ല്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ഭൂമിയുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടെ അപേക്ഷിക്കണം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കറുകച്ചാലിൽ കാർ 15 അടി താഴ്ചയുള്ള തോട്ടിലേക്ക് മറിഞ്ഞു. യാത്രക്കാരനായ കർണാടക സ്വദേശി മരിച്ചു. 3 പേർക്ക് പരിക്ക്. റോഡിന് സുരക്ഷാ വേലിയില്ല. കുട്ടികളിലെ ലഹരി ഉപയോഗത്തിന് തടയിടാൻ ജില്ലാ പഞ്ചായത്തിന്റെ വന്ദനം പദ്ധതി. പൊൻകുന്നം ഗവൺമെന്റ് സ്കൂളിൽ കായിക പരിശീലന പരിപാടി. അന്യം നിന്ന നാടൻ കളികൾ പരിശീലിപ്പിക്കും. കോട്ടയം ജില്ലാ കിഡ്സ് അത്ലറ്റിക് മീറ്റിൽ കുഞ്ഞുങ്ങളുടെ നിറഞ്ഞ പങ്കാളിത്തം. പങ്കെടുക്കുന്നത് 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുരുന്നുകൾ. റബ്ബർ കർഷകർക്ക് റബ്ബർ പുനർനടീലിനുള്ള ധനസഹായ പദ്ധതി. കേര പദ്ധതിയിലൂടെ ലഭിക്കുന്നത് 75,000 രൂപയുടെ സബ്സിഡി. ഭൂമി പരിധി കുറഞ്ഞത് 25 സെന്റ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.